12th പഠിക്കുന്നതിന് വല്ല വിചാരമുണ്ടോ നിനക്ക്? നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിനക്ക് ഫൈനൽ എക്സാമിന് നല്ല രീതിക്ക് മാർക്ക് കുറയും. മാർക്ക് കുറഞ്ഞാൽ നിനക്ക് നല്ലൊരു കോളേജിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുവാടാ? നിന്റെ കൂടെ ഉള്ളവന്മാർ രണ്ടുപേരും നല്ലോണം പഠിക്കുന്നുണ്ട്. നീയേ ഉള്ളൂ ഇങ്ങനെ പഠിക്കാൻ നടക്കുന്ന. റിപ്പോർട്ട് കാർഡൊക്കെ കണ്ടല്ലോ. ഇത്രയും പറയാൻ മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായേ? കുറച്ച് മാർക്ക് ഈ എക്സാമിനൊന്ന് കുറഞ്ഞു. അത് ഞാൻ ബോർഡ് എക്സാമിന് പിടിച്ചോളാം. ഒരു നല്ല കോളേജ് അഡ്മിഷൻ കിട്ടാനുള്ള മാർക്കൊക്കെ എനിക്ക് കിട്ടിക്കോളും. ഞാൻ ഇനിയൊന്നും പറയാൻ വരുന്നില്ല. മാർക്ക് കിട്ടിയാൽ നിനക്ക് കൊള്ളാം. ഇന്നലെ രാത്രി നിന്നെയൊക്കെ ഞാൻ എത്ര നേരം കിടന്ന് വിളിച്ചെന്നറിയാവോ? എവിടെ പോയി കിടക്കുമായിരുന്നു? അത് ഞാനും തേജു ഇന്നലെ ചെറിയൊരു സ്ലീപ്പ് ഓവറിലായിരുന്നു. എന്തോന്നടേ 18 വയസ്സാവുന്നതിന് മുന്നേ തുടങ്ങിയ രണ്ടും കൂടെ? നീ വിചാരിക്കുന്നോണ്ടൊന്നുമല്ല. ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചു കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കൊന്നും ഒരു പേടിയില്ലേ? നിന്റെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് വീട്ടിലറിയുമ്പോ അല്ലേ, അത് നമുക്ക് അപ്പം നോക്കാവടാ. ഇനിയിപ്പോ വീട്ടിൽ എന്റെ ആകാശിന്റെ കാര്യം അറിഞ്ഞാൽ തന്നെ എന്തുവാ? ഞാൻ പറയും എനിക്ക് ആകാശിനെ ഇഷ്ടമെന്ന്. എന്തായാലും തൽക്കാലം ഈ റിലേഷൻഷിപ്പ് വീട്ടുകാർ പൊക്കാതെ കൊണ്ടുപോയി ഞങ്ങൾക്കറിയാം. നിന്റെയൊക്കെ ധൈര്യത്തിന്റെ 10-1 എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടം പോയി അഭിമന്യുവിനോട് പറഞ്ഞാന്. നിന്റെ കഴിവേട് അല്ലാതെ എന്ത് പറയാനാ? അല്ല, നീ എത്ര നാള് നിന്റെ വീട്ടുകാരെ പേടിച്ചിങ്ങനെ ജീവിക്കും? എനിക്ക് തോന്നുന്നു അബിക്ക് കേശുവിനോട് എന്തോ ഉണ്ടെന്ന്. പിന്നെ അതൊക്കെ നിന്റെ തോന്നല. തേജുവ പറഞ്ഞ ശരിയാ, അത് എനിക്കും തോന്നിയിട്ടുണ്ട്. അതാ ഞാനും പറഞ്ഞ്, അബി ചില സമയത്ത് കേശുവിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രൊട്ടക്റ്റീവാ. അന്ന് തന്നെ രാഹുലായിട്ട് കേശു വഴക്കിട്ടപ്പം അബി കയറി ഇടപെട്ടില്ലേ? എടാത് അവൻ എന്നോട് പ്രേമം ഉണ്ടായിട്ടൊന്നുമല്ല. അവൻ എൻ്റെ നെയ്ബറാണ്. പിന്നെ ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സും ആണ്. ഞങ്ങളുടെ പേരൻസ് തമ്മിലും ഫ്രണ്ട്സാണ്. അതുകൊണ്ടാണ് അവൻ ഇത്രയും ക്ലോസ് ഞാനുമായിട്ട്. ഫുഡ് കഴിക്കുന്നില്ല കേശു? എൻ്റെ അമ്മ വേണ്ട നിനക്കും കൂടെ ഫുഡ് ഉണ്ടാക്കി തന്നു വിട്ടേക്കുന്നേ. അങ്കിളും ആൻറ്റി എന്തോ കല്യാണത്തിന് പോയിന്ന് കേട്ടു. ബി ബാ കഴിക്കാം. അമ്മയും അച്ഛനും എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോയേക്കുക. പിന്നെ നമുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. എന്നാ എൻ്റെ ക്ലാസ്സിലോട്ട് വാ, നമുക്ക് കഴിക്കാം. നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കോ. നീയായിരുന്നോ? എന്താ ഇങ്ങോട്ടൊക്കെ? നീ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് അമ്മ എന്നോട് ഇന്ന് ഇവിടെ കിടക്കാൻ പറഞ്ഞു. ഓ വാ, കേറി വാ. നീ ഫുഡ് കഴിച്ചായിരുന്നോ? അമ്മ അറിഞ്ഞു വൈകുന്നേരം കൊണ്ട് തന്നായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. നീ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാ വന്നു. എന്നാ നീ പോയി കിടന്നോ. എൻ്റെ റൂമിലാണെങ്കിൽ എൻ്റെ റൂമിൽ കിടന്നോ, അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ കിടന്നോ. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഒന്നുമില്ല. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം? എനിക്കെന്തോ നീ ഈയിടെയായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു. പെട്ടെന്ന് അങ്ങനെ തോന്നാൻ എന്തോ കാരണം? എനിക്കറിഞ്ഞൂടാ. എനിക്കങ്ങനെ തോന്നി, ഞാനത് നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓരോന്നും ആവശ്യമില്ല ചിന്തിച്ച് കൂട്ടിക്കോണം. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ ചെറുക്ക. എനിക്ക് ഫിസിക്സിന്റെ ഹോംവർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും കിടക്കുക. ഞാൻ നിന്റെ റൂമിലാണ് കിടക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു എന്നോട് ഒറ്റയ്ക്ക് കിടക്കാൻ. ഷടാ. എന്താടാ, കൊറേ നേരം ആയല്ലോ. എന്താ, എനിക്ക് നിന്നെ നോക്കിക്കൂടെ? ഷടാ. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എൻ്റെ കൺട്രോൾ ദൈവങ്ങളെ, എനിക്ക് കൺട്രോൾ തരണേ. അങ്ങോട്ട് നീങ്ങി കിടക്കടാ. കേശു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. നീ എന്തായാലും ബികോം അല്ലേ നോക്കുന്നേ? നമുക്കൊരു കോളേജിൽ പോവാം. അത് വേണ്ട,
കാരണം ഞാൻ ബാംഗ്ലൂരാണ് നോക്കുന്നത്. നീ എന്നോട് പണ്ട് പറഞ്ഞത് ചെന്നൈയിൽ ഏതൊരു കോളേജിൽ നോക്കുകയെന്നല്ലേ. നീ അത് തന്നെ നോക്കിക്കോ. അതെന്താ, എനിക്ക് നിന്റെ കോളേജിൽ ചേർന്നാ മതി. അബി, വാശി പിടിക്കണ്ട. എന്തായാലും നമ്മൾ ഒരേ കോളേജിൽ പോകുന്നില്ല. അതെന്റെ തീരുമാനമാണ്. നീ എന്നെ നന്നായി ഡിപ്പെൻഡ് ആവുന്നുണ്ട്. അത് വേണ്ട, അത് മാറ്റിയെടുക്കണം. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇതാണ് എനിക്കും നിനക്കും നല്ലത്. എനിക്കൊരു കാര്യം. നീ ഇപ്പം വീട്ടിൽ പോകാൻ നോക്കിക്കേ. ബാംഗ്ലൂർ എനിക്ക് അഡ്മിഷൻ എല്ലാം ശരിയായി. ഞാൻ നാളെ പോവും. ഇത്ര പെട്ടെന്നോ? എത്ര മണിക്കാ പോന്നേ? എനിക്ക് നാളെ കാണണം. അബി, കാണാതിരിക്കുന്നതല്ലേ നല്ലത്. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നേ? എനിക്ക് നിന്നെ കാണണം പ്ലീസ്. നീ കരയുവാണോ? നാളെ ഞാൻ വീട്ടിൽ കാണും. നാളെ വൈകുന്നേരം 6 മണിക്കാണ് ട്രെയിൻ. ഏത് കോളേജിലാണ് പോകുന്നതെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ? അത് നീ അറിയണ്ട, അത്ര തന്നെ. നീ എന്തിനാ കേശു എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? അതിൻ്റെ കാരണം നിനക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ കുറേ നാളായി ഒരു കാര്യം പറയാൻ പുറകെ നടക്കുക. അതെങ്കിലും ഒന്ന് കേൾക്കുവോ? വേണ്ട, അത് പറയാതിരിക്കുന്നേ നല്ലത്. നീ നന്നായി പഠിക്കണം. നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങ് മറന്നേരെ. എനിക്ക് പറ്റില്ല കേശു, നീ ഇതൊന്ന് കേക്ക്. എനിക്ക് കുറച്ചുകൂടെ പാക്കിങ് ചെയ്യാനുണ്ട്. സമയമില്ല അബി, ഞാൻ പോവാ. ഹലോ, ആകാശല്ലേ? അതേലോ, ആരേത്? ഞാനാ, അഭിമന്യു. ഓ, അബി, അപ്പറ. അത് കേശു എവിടാന്നൊന്ന് പറയാവോ? അബി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ കേശുവിൻ്റെ കാര്യം വിട്ട് നിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക്. കേശു ഇപ്പം എവിടാണേലും അവനൊരു കുഴപ്പവും ഇല്ല. അവൻ നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കേശു എവിടാന്ന് പറയില്ല അല്ലേ? സോറി അബി, ഇതിൽ എനിക്കൊന്നും ചെയ്യാനൊക്കില്ല. അത് സാരമില്ല, പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് അവനോടൊന്ന് പറഞ്ഞേരെ. എടാ, നമ്മൾ ഒരുമിച്ചാണെന്നെങ്കിലും അവനോട് പറയട്ടെ. വേണ്ട ആകാശേ, ഇതാ നല്ലത്. കുറച്ച് നാൾ കഴിയുമ്പം അവൻ മൂണായിക്കോളും. എടാ പാവോടാ അവനിങ്ങനെയിട്ട് വിഷമിപ്പിക്കാതെ. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ. എനിക്കറിയാം അവനെന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇതിങ്ങനെ പോകുന്നതാടാ നല്ലത്. കാരണം അവസാനം ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി വേദനിക്കും. അവനെ സ്നേഹിക്കാൻ മാത്രമുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഞാൻ അറിഞ്ഞാലും എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല ഇതിനൊന്നും. ശരിയാ, ഇതെൻ്റെ ജീവിതമാണ്. ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഗേ റിലേഷൻഷിപ്പ് നമ്മുടെ സൊസൈറ്റിയിൽ അത്രയ്ക്ക് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നവർ കാണും, പക്ഷേ എൻ്റെ ലൈഫിൽ അത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ യെസ് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. ഞങ്ങൾക്ക് വല്ല കാനഡയിലോ അങ്ങനെ എവിടെയെങ്കിലും പോവേണ്ടി വരും സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ. കാരണം ഞാനും എൻ്റെ ഫാമിലിയും തമ്മിൽ ക്ലാഷ് ആവും. അതിനുപരി എൻ്റെ പേരൻസും അവൻ്റെ പേരൻസും ഫ്രണ്ട്സാണ്. അവരും തെറ്റിപ്പിരിയും. അതെ, എനിക്ക് പേടി തന്നെയാണ്. പിന്നെ ഭാവിയിൽ എനിക്കിതൊക്കെ ഓവർകം ചെയ്യാനുള്ള ധൈര്യം കിട്ടുവാണെങ്കിൽ നോക്കാം. ഹലോ, പറ അബി. അപ്പം നീ നമ്പർ മാറ്റിയിട്ടില്ല അല്ലേ? എൻ്റെ കോള് മനഃപൂർവ്വം എടുക്കാഞ്ഞാ? നിനക്കെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ പറ. ഞാൻ കുറച്ച് ബിസിയാ. എനിക്ക് നിന്നെ കാണണം, തീരെ പറ്റുന്നില്ലടാ. എല്ലാം ഞാൻ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. നിൻ്റെ ഇമോഷൻസൊക്കെ നീ കൺട്രോൾ ചെയ്തേ പറ്റൂ. കരഞ്ഞിട്ട് കാര്യമില്ല അബി. എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
എത്ര വേണേലും ഞാൻ വെയിറ്റ് ചെയ്തോളാം. യു ആർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് മോർ ദാൻ ഇറ്റ് ഈസ്. ഫൈൻ. ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഒന്ന് എടുത്ത് സംസാരിക്കുമോ? സംസാരിക്കാം, പക്ഷെ അത് എപ്പോഴും എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യല്ലേ. അത് മതി. ഞാൻ കൂടുതലൊന്നും വേണമെന്ന് പറയുന്നില്ല. ഇടയ്ക്ക് വിളിക്കുമ്പം നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി. ഞാൻ വെക്കുക, നീ കിടന്നോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സമയത്തിന് കഴിക്കണം. ഞാൻ കാരണം നിനക്ക് ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. 5 മിനിറ്റും 27 സെക്കൻഡുമായി നീ എന്നെ വിളിച്ച് ഒന്നും പറയാതെ ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട്. എന്താണെന്നൊന്ന് പറ. എനിക്കിവിടെ പറ്റുന്നില്ല. എനിക്കിവിടെ ഫ്രണ്ട്സ് ആരുമില്ല. ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നുക. അങ്ങനെ തോന്നാൻ മാത്രം ഇപ്പം എന്തോ ഉണ്ടായേ? നീ വിളിക്കുമ്പോഴെല്ലാം ഞാനെടുത്ത് സംസാരിക്കത്തില്ലേ? നിനക്ക് ഞാനില്ലേ? നീ എവിടാന്നൊന്ന് പറയടാ. ഒരു 2-3 ദിവസം ലീവ് എടുത്ത് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ വരാനാ. അത് ഞാൻ പറയില്ലെന്ന് നേരത്തെ പറഞ്ഞതാ. ആവശ്യമില്ലാത്ത വാശി വേണ്ട അബി. എന്നാ നീ നാട്ടിൽ എന്ന് പോകുന്നെങ്കിലും ഒന്ന് പറ. നീ കരയണ്ട. നാട്ടിൽ ഞാൻ ക്രിസ്മസിന് പോവും. ക്രിസ്മസിന് 2 മാസം കൂടെ അല്ലേ ഉള്ളൂ. ഇവിടുന്ന് ഞാനൊരു ഡിസംബർ 20-ന് കയറുമായിരിക്കും. ക്രിസ്മസിന് ഞാനും നാട്ടിൽ കാണും. നീ എന്നെ അവോയ്ഡ് ചെയ്യല്ലേ, എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. തൽക്കാലം ഇപ്പം പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്കബി. കുറച്ച് ദിവസം മുന്നേ ആൻറ്റി എന്നെ വിളിച്ചായിരുന്നു. ഫസ്റ്റ് സെമ്മിൽ നിനക്ക് മാർക്ക് കുറവാന്നൊക്കെ പറഞ്ഞ്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ലല്ലോ. എന്ത് പറയാൻ പറ്റിയ കാര്യമല്ലെന്ന്? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യമോ? കുറച്ച് ധൈര്യം കാണിച്ചൂടെ കേശു നിനക്ക്? നീ എത്ര നാളിങ്ങനെ അമ്മയും അച്ഛനും പേടിച്ച് ജീവിക്കും? നിന്റെ ഫ്രണ്ട്സിനുള്ള പകുതി ധൈര്യം ഒന്ന് കാണിച്ചൂടെ? അങ്ങനെ നമ്മളിങ്ങനെ വിഷമിക്കുവോ? നീ പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാ. വെറുതെ വിളിച്ച് വഴക്കുണ്ടാക്കല്ല ബി. ഞാൻ വെക്കുക. ഇനി വിളിച്ച് ശല്യം ചെയ്യുന്നില്ല. പോരെ? നീ കുറച്ച് ധൈര്യം കാണിച്ചേ പറ്റൂ കേശു. നിനക്കെന്തായാലും ഇനി അവനെ വിടാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒഴിവാക്കാനായിരുന്നെങ്കിൽ നിനക്ക് പല പല ചാൻസ് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. അവന്റെ കോള് നീ എടുക്കണമെന്നില്ലായിരുന്നല്ലോ. എന്റെ പൊന്ന് റിച്ചു, എനിക്ക് ഒരു പിടിയില്ല. ഇതൊക്കെ എങ്ങനെ പോയി അവസാനിക്കുമെന്ന് ദൈവത്തിനറിയാം. നമുക്ക് നോക്കാം. എന്തിനും നിങ്ങളുടെ കൂടെ ഞങ്ങൾ കാണും. എന്തായാലും അവൻ നിന്നെ അങ്ങനെ പെട്ടെന്ന് വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞും ഹോപ്പ് കൊടുക്കാതിരുന്നിട്ടും അവനിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കാണുമ്പം എനിക്ക് എവിടേക്കോ ഒരു ധൈര്യമൊക്കെ വരുന്നുണ്ട്. വിട്ട് കളയണ്ടാടാ അവനെ. അവൻ നല്ലവനാ. അതെ, അവസാനം ഇത് നന്നായി തന്നെ എൻഡ് ചെയ്താലോ? നമുക്ക് നോക്കാം. അബി, അവൻ നാട്ടിൽ വന്നില്ലേ? അബി ഇന്നലെ വന്നല്ലോടാ. അവൻ ഇന്നലെ വന്ന് എന്നോട് ചോദിച്ചു നീ എപ്പം വരുമെന്നൊക്കെ. ഓ, അവൻ വന്നായിരുന്നോ? എന്നാ ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഇനി എന്നെ തിരക്ക് വീട്ടിൽ പോകണമെന്നില്ല. ഞാൻ വന്നു. വാ, ഒന്ന് പുറത്തു പോയിട്ട് വരാം. അതി പിന്നെ നീ എന്താ വിളിക്കാന്? നീ മൂവ് ഓൺ ആയോ? നിനക്ക് തോന്നുന്നുണ്ടോ കേശു എനിക്ക് മൂവ് ഓൺ ആവാൻ പറ്റുമെന്ന്? ഇത്രയും നാളും നിന്നെ കാണാതെ എങ്ങനെയായിരുന്നേന്ന് എനിക്ക് മാത്രമേ അറിയൂ. നിന്നെ വിളിച്ച് ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച അതി പിന്നെ ഞാൻ നിന്നെ വിളിക്കാഞ്ഞ്. ക്രിസ്മസിന് നീ നാട്ടിൽ വരുമെന്ന് പറഞ്ഞ ആ ഒരു ഹോപ്പില്ല ഞാൻ ഇത്രയും നാളും തൂങ്ങി നിന്നെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒരു ഹോപ്പും തരാതെ എപ്പോഴും വഴക്കും പറഞ്ഞ് ഓടിച്ച എന്നെ നിനക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന അബി? ഒത്തിരി ഇഷ്ടമാണ് നിന്നെ.
അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. അതൊക്കെ മറന്നേ പറ്റൂ. അതേ എനിക്കും പറയാനുള്ളൂ. കോളേജിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഫ്രണ്ട്സൊക്കെ ആയോ? ആദ്യം കുറച്ചുനാൾ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ 2-3 ഫ്രണ്ട്സൊക്കെ ആയി. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഫ്രണ്ട്സൊക്കെ ആയിക്കോളൂ എന്ന്. ഒരു സ്ഥലത്ത് പുതിയതായിട്ട് ചെല്ലുമ്പം ആദ്യം ഫ്രണ്ട്സ് കിട്ടണമെന്നില്ല. പിന്നെ പതുക്കെ പതുക്കെ ശരിയായിക്കോളും. ഇപ്പൊ ശരിയായില്ലേ എല്ലാം അതുപോലെ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. ക്രിസ്മസ് ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ വേണ്ടേ. എന്നാ വാ, നമുക്ക് പോവാം. പരിപാടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ക്രിസ്മസ് ന്യൂ ഇയറും പോയതറിഞ്ഞില്ല. ഞാൻ നാളെയാണ് തിരിച്ചു പോകുന്നത്. ഞാനും നാളെ പോവും. നിനക്കെപ്പോഴാണ് ട്രെയിൻ? എനിക്ക് വൈകുന്നേരം 6 മണിക്ക്. നിനക്കോ? എനിക്ക് ഉച്ചയ്ക്ക് 1:30. പിന്നെ നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ ഇന്ന് രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കണം. നിൻ്റെ ഈ ലാസ്റ്റ് മൂമെൻറ്റ് പാക്കിംഗ് ഉണ്ടല്ലോ, അത് മാറ്റണം. എന്താ പറയാനുള്ളത്? നാളെ എന്നെ കൊണ്ടുവിടാൻ വരുമോ നീ? വരില്ല അല്ലേ? അത് സാരമില്ല, ഞാൻ വരാം. ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി. നീയെല്ലാം എടുത്തിട്ടില്ലേ? ഒന്നും മറന്നില്ലല്ലോ? ഇല്ല, ഒന്നും മറന്നിട്ടില്ല. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 126-23 MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് മെയിൽ തിരുവനന്തപുരം സെൻട്രൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. വിളിച്ചാൽ ഒന്ന് എടുത്താൽ എന്താ? 3-4 ദിവസമായി എന്നോട് ശരിക്കൊന്ന് നീ സംസാരിച്ചിട്ട്. ഞാനിവിടെ ചുമ്മാതിരിക്കുവല്ല. എനിക്ക് അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. സെം എക്സാം എടുക്കുക. എനിക്ക് പഠിക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് പോലും ഇല്ലേ നിനക്ക് എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ? എന്താടാ നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ഇനി ഞാൻ വിളിക്കുന്നില്ല, പോരെ? നിനക്ക് എപ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നോ അപ്പം വിളിച്ചാൽ മതി. എപ്പോഴും ഞാനല്ലേ അങ്ങോട്ട് വിളിക്കുന്നത്. സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് നമ്മൾ കയറാൻ പോവാ.
ഇത്രയും നാൾ നിന്റെ കൂടെ ഉണ്ടായിട്ടും എനിക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. കോളേജിലോട്ട് വരുന്നതിന് മുന്നേ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് അറിയാം. നിനക്ക് പറ്റുവാണെങ്കിൽ ഇതൊക്കെ എന്നോട് ഷെയർ ചെയ്യാം, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ. വേറൊന്നുമല്ല, എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്. കുറേ നാളും കൊണ്ട്, വർഷങ്ങളായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനറിയാം എനിക്കിഷ്ടമെന്നുള്ള കാര്യം. അവനും എന്നെ ഇഷ്ടമാണ്. പക്ഷേ അവന് പേടിയാണ് അവൻ്റെ വീട്ടുകാരെയും ഈ സൊസൈറ്റിയൊക്കെ. ഇപ്പം ഞങ്ങൾ ഏകദേശം 1.5 വർഷമായി മിണ്ടിയിട്ടും കണ്ടിട്ടും. ഞാൻ നാട്ടിൽ പോകുന്ന സമയം അവനവിടെ വരാറില്ല. മനഃപൂർവ്വം തോന്നുന്നു. അവൻ ഓക്കെ ആണെന്ന് മാത്രം എനിക്കറിയാം. ഇത്ര നാളായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇടയ്ക്ക് അവൻ്റെ അമ്മയെ വിളിക്കും, അവനെ പറ്റി അന്വേഷിക്കും. അവൻ ഓക്കെ എന്ന് പറയും. നിനക്കവനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? എനിക്കൊന്നേ പറയാനുള്ളൂ, കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യ്. ലൈക്ക് നമ്മൾ ഗ്രാജുവേറ്റ് ആയി ഒന്ന് ജോലിയൊക്കെ സെറ്റ് ആയി കഴിഞ്ഞ് നീ ഒന്നും കൂടെ അവൻ്റെ അടുത്ത് പോയി ചോദിക്കണം. അപ്പോഴും അവന് പേടിയാണ്, വേണ്ട എന്ന് പറയുവാണെങ്കിൽ നീ മൂവ് ഓൺ ആവണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കണം. കോഴ്സ് കഴിഞ്ഞില്ലേ, ഇനി പെട്ടെന്ന് ജോലി നോക്കിക്കോ. ഞങ്ങൾ എന്തായാലും കല്യാണമൊക്കെ ആലോചിക്കാൻ പോകട്ടോ. എന്നാ ഇവന് വേണ്ടി എന്റെ ഫ്രണ്ട് ശേഖരന്റെ മോളെ ഒന്ന് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള കൊച്ച, ജോലിയുണ്ട്, കഴിഞ്ഞ മാസം കിട്ടിയേ. അത് പറ്റില്ല. നിങ്ങളെ പേടിച്ച് ഞാൻ പല കാര്യം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് നടക്കില്ല. ഇതെൻ്റെ ജീവിതമാണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എനിക്ക് പെണ്ണുങ്ങളിൽ താല്പര്യമില്ല. അതെനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യമാണ്. എനിക്ക് അഭിമന്യുവിനെ ഇഷ്ടം, അവന് തന്നെ ഇഷ്ടമാണ്. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവൻ്റെ കൂടെ ആയിരിക്കും. നീ എന്താ ഈ പറയുന്നതെന്ന് വല്ല ബോധം ഉണ്ടോ നിനക്ക്? എനിക്ക് നല്ല ബോധമുണ്ട്. ഇതാണ് എൻ്റെ തീരുമാനം. എന്തായാലും ഈ തീരുമാനം ഞാൻ മാറ്റില്ല. നിങ്ങൾക്കിത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. ദാറ്റ്സ് അപ് ടു യു. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾ എതിർക്കില്ല. പക്ഷെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. भैया, आपको एक चिट्ठी आई है। देखकर काम का कोई अपॉइंटमेंट लेटर जैसा लग रहा है। क्या अपॉइंटमेंट लेटर? वो भी मेरे लिए? इधर ले आ तुम, मुझे देखने दो। पक्का कुछ तो गलतफहमी हुई होगी। हैं? ये कैसे हुआ? क्या हुआ भाई, कोई प्रॉब्लम है क्या? अरे कमल, मुझे काम मिल गई, वो भी कनाडा में। इसका मतलब आप यहाँ से जा रहा है? हाँ कमल, मुझे यहाँ से जाने पड़ेगा। मैं इस अवसर को हाथ से नहीं जाने दे सकता। आपको बहुत मिस करूँगा मैं। आप तो मेरे भाई जैसा ही है। मुझे पता है कमल, और तुम भी मेरी छोटा भाई जैसा ही है। पर मैं यहाँ हमेशा नहीं रह सकता है ना। एक दिन मुझे यहाँ से जाना पड़ेगा और वो दिन आ चुका है। मैं रोज मंदिर जाके आपके लिए प्रार्थना करूँगा ताकि आपको केशु भाई मिल जाए। जल्दी से आपको वो मिलेगा और उस दिन वो आपका प्यार स्वीकार करेगा। मुझे नहीं पता मैं उससे फिर से मिलूंगा या नहीं, पर शायद मैं उसको ढूंढ लूंगा और शायद नहीं। अब मैं सब कुछ ईश्वर पर छोड़ दिया है। मैं और केशु मिलने को ईश्वर चाहता है तो हम मिलेगा। എൻ്റെ ദൈവമേ, ഇത്രയും വലിയ കമ്പനിയിലൊക്കെ എനിക്ക് എങ്ങനെ ജോലി കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത. അതെ, താനല്ലേ അഭിമന്യു പുതിയതായിട്ട് ജോയിൻ ചെയ്യാമെന്ന്? ആ അതെ, അത് ഞാനാ. താനാരാ? ഞാൻ അമൽ, ഇവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ്.
അഭിമന്യുവിന് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒന്നും വേണ്ടെന്നാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നല്ലേ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പറഞ്ഞ്. താൻ എൻ്റെ കൂടെ വാ, ഞാൻ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. ഇതാണ് തൻ്റെ അപ്പാർട്ട്മെൻറ്റ്. നാളെ മുതൽ ജോലിക്ക് കയറിക്കോ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അയ്യോ സാറിനൊന്നും വിളിക്കണ്ട കേട്ടോ, എന്നെ അമ്മലെന്ന് വിളിച്ചാൽ മതി. പിന്നെ ഇന്ന് നൈറ്റ് ഒരു പാർട്ടി ഉണ്ട്, നമ്മുടെ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയതിൻ്റെ സെലിബ്രേഷനാണ്. നൈറ്റ് ഒരു 7 മണിയാകുമ്പം റെഡി ആയിരിക്കും, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. CEO സാറ് പ്രത്യേകം പറഞ്ഞായിരുന്നു പുതിയ അസിസ്റ്റൻറ്റിനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന്. ഓക്കെ അമൽ, ടൈം ആകുമ്പോൾ ഞാൻ റെഡി ആവാം. Got the urge to move your body, move your feet, step up to the beat. Got the urge to move your body. A, B, C, D, forget it. You had your mom and your sister and your dog and you broke down hard and the things you want. And you and your friends and I'll never see again. Everybody but your God, you belong. അമൽ, അതാണ് നമ്മുടെ CEO കേശുദേവൻ. നീ വാ, നിന്നെ പോയി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. Keshu, look, just like you asked, I have brought your personal assistant. You changed a lot. നീ വന്നേ അബി, എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. നീ എങ്ങനെ ഇത്രയും വലിയൊരു കമ്പനിയിലെ CEO ആയി? നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ. നീ കുറേ അറിയാനുണ്ട്. പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടുകാരെന്നെ കെട്ടിക്കാൻ നോക്കി. ഇനിയും ഞാനെല്ലാം പറയാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്പോയിലാവുമെന്ന് എനിക്കൊന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അമ്മയോടും അച്ഛനോടും എല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ അന്ന് പേടിച്ച പോലെ തന്നെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇനി എന്തെന്നറിയാതെ വിഷമിച്ച് നിന്ന് എന്നെ എൻ്റെ മാമൻ അയാളുടെ കൂടെ കൂട്ടി. ഇപ്പം ഞാൻ നോക്കി നടത്തുന്ന കമ്പനി മാമൻ്റെയാ. മാമന് മക്കളൊന്നുമില്ല, അതുകൊണ്ട് മാമൻ അത് എന്നെ ഏൽപ്പിച്ചു. നിന്റെ അമ്മയോടും അച്ഛനോടും ഇതെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ. ഇതായിരുന്നു എനിക്ക് നിന്നിൽ നിന്ന് വേണ്ടിയത്. ഈ 1 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ നിന്നെ കുറേ തേടി. നിന്റെ അമ്മയോട് ചോദിച്ചപ്പം നിന്റെ ഇപ്പോഴത്തെ പരിപാടി ട്രാവലിംഗ് ആണ്, അവർക്ക് പോലും നീ എവിടാന്ന് അറിയത്തില്ലെന്നാ പറഞ്ഞ്. ആൻറ്റി നിന്റെയാന്ന് പറഞ്ഞൊരു നമ്പർ തന്നായിരുന്നു. പക്ഷെ ആദ്യം വിളിച്ചപ്പം അങ്ങ് കർണാടകയിൽ നിന്ന് ഏതോ ഒരു കന്നഡക്കാരൻ എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു 3-4 ആഴ്ച മുന്നേ നീ കാശ്മീർ ഉണ്ടെന്ന് അറിഞ്ഞു. നീ എബ്രോഡ് ജോബ് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം നിനക്ക് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്ന് ഇങ്ങോട്ട് വരുത്താമെന്ന് കരുതി. അപ്പം നീ എന്നെ മനഃപൂർവ്വം ഇങ്ങോട്ട് വരുത്തിയതല്ലേ? അതുകൊണ്ടല്ലേ അമല ഇൻ്റർവ്യൂ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്? എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ നിനക്ക് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാത്തിനും സോറി. നിന്നെ ഞാൻ കുറേ വിഷമിപ്പിച്ചു. എനിക്കന്ന് ഒന്നിനും ധൈര്യമില്ലായിരുന്നു. നീ എന്തിനാ സോറി പറയുന്നേ? എല്ലാം പേടി കാരണമാണെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ ഒറ്റൊരു കാര്യം അറിഞ്ഞാൽ മതി. ഡു യു സ്റ്റിൽ ലവ് മീ? പണ്ടത്തെ പോലെ പേടിത്തൊണ്ടനല്ല ഞാനിപ്പം. എല്ലാവരുടെ മുന്നിൽ വെച്ച് നിൻ്റെ കൂടെ ജീവിക്കാനുള്ള ചങ്കൂറ്റം എനിക്കിപ്പോൾ ഉണ്ട്. ഈ ഒരു മൊമെൻറ്റിനായിരുന്നു ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. ഓഫ് കോഴ്സ് സ്റ്റിൽ ഐ ലവ് യു.
നമുക്കുടനെ മാരേജ് നടത്താം. നമുക്കറിയാവുന്നവരും നമ്മളെ ജഡ്ജ് ചെയ്യാത്തവരും മാത്രം മതി മാരേജിന്. എന്താണോ നിന്റെ തീരുമാനം അതാണ് എൻ്റെ ഇഷ്ടം. ഇനി എത്ര നാൾ ജീവിക്കുന്നോ അത്രയും നാൾ നിന്റെ കൂടെ ആയിരിക്കണം. പിന്നെ നിന്നെ ഹാപ്പിയായി വെക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അല്ല, നമ്മുടെ കപ്പിള് തേജോൻ ആകാശ് അവരെന്തിയേ? ആ 2 ലവ് ബേർഡ്സ് പാരീസിൽ നല്ല സുഖമായി ജീവിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ കാര്യം സമ്മതിച്ചു കൊടുക്കില്ലെന്ന് മനസ്സിലായപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവർ പാരീസിലോട്ട് നാട് വിട്ടു. പിന്നെ അവിടെ ഒരു ജോലിയൊക്കെ സെറ്റാക്കി ലാസ്റ്റ് ഇയർ അവരുടെ കല്യാണവും കഴിഞ്ഞു. കൂട്ടുകാർക്കുള്ള കുറച്ച് ധൈര്യം കാണിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും നാളും വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നോ? മതി. നൗ ലെറ്റ്സ് ഫോക്കസ് ഓൺ us.